വിശുദ്ധ റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോടും മനുഷ്യരോടുമുള്ള ബാധ്യതകളുടെ ഭംഗിയായ പൂർത്തീകരണമാണ് ഇസ്ലാം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാടിൻ്റെയും സർവോപരി പരലോക വിജയത്തിൻ്റെയും അടിസ്ഥാനമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ രണ്ട് ബാധ്യതകളും മനുഷ്യൻ ഭംഗിയായി പൂർത്തീകരിക്കണമെന്നതാണ്. ഈ രണ്ട് ബാധ്യതകളും അള്ളാഹുവിനോടും അതേസമയം തന്നെ മനുഷ്യരോടുമുള്ള ബാധ്യതകളുടെ പൂർത്തീകരണത്തിന് മനുഷ്യനെ സജ്ജമാക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പരലോക വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഈ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. സൂറത്തു അൽ ഹാഖയിൽ പരലോകത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചെല്ലാം വിശദമായി വിവരിച്ചതിന് ശേഷം നരകാവകാശികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ എന്നാണ്. എന്തുകൊണ്ടവർ നരകാവകാശികളായി? അവർ മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, അതേപോലെ തന്നെ അവർ നമസ്കാരക്കാരിൽ ഉൾപ്പെടുകയും ചെയ്തില്ല എന്നാണ്. സമാനമായ ആശയം സൂറത്തു അൽ മുദ്ദസ്സിറിലും നമുക്ക് കാണാം. മാ സലക്കക്കും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ അകപ്പെട്ടത്, നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെട്ടത്? അവർ നമസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരിലും അവരുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരാൾ നരകത്തിൽ പോകുന്നതിന് അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്നത് മാത്രമല്ല കാരണം, നമസ്കരിച്ചില്ല എന്നത് മാത്രവുമല്ല കാരണം. ഒരാൾ നരകത്തിൽ പോകുന്നതിന് അഗതികൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നത് മാത്രമായിരിക്കുകയില്ല കാരണം, മറിച്ച് ഈ രണ്ട് ബാധ്യതകളെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ രണ്ട് വാചകങ്ങളിലൂടെ പറയുന്നത്. ഒന്നാമത്തെ കാറ്റഗറി, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അവർ നിർവഹിച്ചിരുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക, നമസ്കരിക്കുക, അത്തരം ഇബാദത്തുകൾ ചെയ്യുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ സൃഷ്ടാവിനും സൃഷ്ടികൾക്കുമിടയിൽ നടക്കേണ്ടുന്ന ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ പൂർത്തീകരിക്കണം. ഇതിനെയാണ് സാങ്കേതികമായി നമ്മൾ ആരാധനാ കർമ്മങ്ങൾ, ഇബാദത്തുകൾ എന്ന് സാങ്കേതികമായി പറയുന്നത്, ഫിഖഹിൻ്റെ ഭാഷയിൽ അങ്ങനെ പറയുന്നത്. സമാനമായ പ്രാധാന്യം തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകളുടെ പൂർത്തീകരണത്തിനുമുണ്ട്. അഗതികൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാര്യം മാത്രമല്ല, മനുഷ്യരുമായി ബന്ധപ്പെട്ട പരശതം കാര്യങ്ങൾ, മനുഷ്യർ അതേപോലെ മനുഷ്യനോടൊപ്പമുള്ള സൃഷ്ടിജാലങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബാധ്യതകൾ, ഇത് രണ്ടും പൂർത്തീകരിക്കണമെന്നതാണ്. ഈ രണ്ട് ബാധ്യതകളും പൂർത്തീകരിക്കുകയാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത, ജീവിതത്തിൻ്റെ സൗന്ദര്യം, ജീവിതത്തിൻ്റെ മനോഹാരിത. പലപ്പോഴും നമുക്ക് ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർ പൊതുവെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദൈവവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ആരാധനാപരമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെയാണ് ജീവിതത്തിൻ്റെ ആത്മീയ കാര്യങ്ങളായി പൊതുവെ പറയാറുള്ളത്, ജീവിതത്തിൻ്റെ ഭക്തികളായി പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത്. പക്ഷെ ഇസ്ലാമിൻ്റെ സവിശേഷത ഒരേ സമയം അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകളെക്കുറിച്ചും ഊന്നുന്നു, പറയുന്നു, പഠിപ്പിക്കുന്നു, അങ്ങനെ ജീവിക്കുവാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിലും നമുക്കിത് സമന്വയിപ്പിച്ചത് കാണാൻ കഴിയും. നമ്മൾ നോമ്പ് നോൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് നമ്മൾ നോമ്പ് നോൽക്കുന്നു. പക്ഷെ നമ്മുടെ ഈ നോമ്പിൻ്റെ പരിസമാപ്തി എന്താണ്? നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകണം. അത് നമ്മൾ മനുഷ്യർക്ക് നൽകുന്ന നിർബന്ധമായ ബാധ്യതയാണ്. ആ നിർബന്ധമായ ബാധ്യത പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ നോമ്പ് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ സമന്വയം തന്നെയാണ് നമുക്ക് റമളാനിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിനെ ഇങ്ങനെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.